കോടതി ഉത്തരവനുസരിച്ച് ലഭിക്കേണ്ട ജീവനാംശം ആവശ്യപ്പെട്ടപ്പോൾ ഭർത്തൃവീട്ടുകാർ വീട് പൂട്ടിപ്പോയി എന്നാരോപിച്ച് കോഴിക്കോട് ഫറൂഖിൽ അമ്മയും മകനും സമരത്തിലാണ്. ഭർത്താവിന്റെ വീട്ടുകാർ സൗന്ദര്യത്തിന്റെ പേരിലും വിദ്യാഭ്യാസത്തിന്റെ പേരിലും നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി ഹസീന പറയുന്നു. അവർക്ക് നിറം പോരാ, വിദ്യാഭ്യാസമില്ല, ഇതൊക്കെയാണ് അവർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ. ഒക്കെ ഞാൻ പറഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ചേളാരി സ്വദേശി ഹസീനയും മകനും കഴിഞ്ഞ 3 ദിവസമായി ഭർത്തൃവീട്ടിലെ വരാന്തയിലാണ് അന്തിയുറങ്ങുന്നത്. 2015 ഫറൂഖ് സ്വദേശി മുഹമ്മദ് ഫാസിൽ ഹസീനയെ വിവാഹം ചെയ്തത്. കല്യാണം കഴിഞ്ഞതിന് പിന്നാലെ ഭർത്താവിന്റെ വീട്ടുകാരും ഹസീനയെ സൗന്ദര്യവും വിദ്യാഭ്യാസവും കുറവാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നതായും മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഓർഡർമേലാണ് ഞാൻ വന്നത്. ഭർത്താവ്, ഉപ്പ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ട്. അവർ വേഗം വാതിലടച്ചിട്ട് പോയി. ഇങ്ങനെ ഞാൻ വന്ന പാടെ തന്നെ ഞാനിപ്പോൾ കുട്ടി ഇങ്ങനെ ഇവിടെ വരാന്തയിലാണ്. എനിക്കിതിനു വേണ്ടി നീതി കിട്ടണം എന്നുള്ളതിലാണ് ഞാൻ വന്നു നിൽക്കുന്നത്. അതിനിടെ മുഹമ്മദ് ഫാസിൽ ഹസീന അറിയാതെ മറ്റൊരു വിവാഹം കഴിച്ചു. തുടർന്ന് യുവതി ഭർത്താവിൽ നിന്ന് അകന്നു താമസിക്കുകയായിരുന്നു. പിന്നീട് സംരക്ഷണത്തിനും സാമ്പത്തിക സഹായത്തിനുമായി ഹസീന കോടതിയെ സമീപിച്ചു. കോടതി ഹസീനയ്ക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഹസീനയും മകനും മുഹമ്മദ് ഫാസിലിന്റെ വീട്ടിലെത്തിയത്. എന്നാൽ ഫാസിലിന്റെ അച്ഛൻ യുവതിയെയും മകനെയും വീട്ടിൽ നിന്ന് പുറത്താക്കി കതക് പൂട്ടിപ്പോകുകയായിരുന്നു. തുടക്കകാലങ്ങളിൽ അളിയൻ പറഞ്ഞത് അവൾക്ക് സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, ഇതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളിൽ നിന്ന് 42 പവന് സ്വർണ്ണ അവരെ കൈക്കലുണ്ട്. മൊത്തം 50 പവന് ഇനി കൊടുത്തിരുന്നത്. അതിൽ 42 പവൻ അവരെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാരണങ്ങളോ ഒന്നുമില്ല. അവർ പറഞ്ഞത് വേണ്ട എന്നാണ് പറയണത്. ഈ വിവാഹം കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ഫാസിൽ ഹസീനയെ കല്യാണം കഴിച്ചപ്പോൾ വാങ്ങിയ 40 പവൻ സ്വർണം തിരിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ തന്നെയും മകനെയും സ്വീകരിക്കുകയോ ചെയ്യണമെന്നാണ് ഹസീനയുടെ ആവശ്യം. സാക്ഷരതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലാണ് കഴിഞ്ഞ 3 ദിവസമായി ഒരു യുവതിയും കുട്ടിയും സ്വന്തം ഭർത്താവിൻ്റെ വീടിൻ്റെ പുറത്ത് അന്തിയുറങ്ങുന്നത്. ഹൈക്കോടതിയിൽ നിന്നും യുവതിക്ക് അനുകൂലമായ ഉത്തരവുണ്ടായിട്ട് പോലും അതെല്ലാം കാറ്റിൽ പറത്തുകയാണ് ഈ ഭർത്താവും കുടുംബവും. കോഴിക്കോട് നിന്നും ക്യാമറമാൻ സുൽത്താനോടൊപ്പം ആകാശ്, ന്യൂസ് മലയാളം.